ബഹുമാനിലെ ജസം സാർ പറഞ്ഞതുപോലെ ഈ കെ കൊച്ചിനെ അനുസ്മരിക്കാൻ വെൽഫെയർ പാർട്ടി നടത്തിയ ഈ അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനത്തിനോട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്ന ഒരാളെന്ന നിലയ്ക്ക് നന്ദി പറയാനാണ് ഞാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുന്നത്. കെ കൊച്ച് ബഹുമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ വേറൊരു വശം നിലയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവർക്കും പറഞ്ഞതുപോലെ ഈ ജീവിതം മാത്രമല്ല മരണവും ദളിത് സമുദായത്തിന് ഒരു അന്തസ്സ് നേടിക്കൊടുത്തു എന്നുള്ളതാണ് കൊച്ചേട്ടൻ്റെ മരണത്തെ മനസ്സിലാക്കുന്നത്. അയ്യൻകാളിയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയ THP ചെന്താരശ്ശേരി മരണം അടഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് തൈക്കാട് ശാന്തി കവാടത്തിൽ അടക്കം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-50 പേരിൽ കൂടുതലുണ്ടായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം. തീർച്ചയായും ഗവൺമെന്റിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ THP ചെന്താരശ്ശേരി അറിയിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ എനിക്ക് തോന്നുന്നു പലർക്കും അദ്ദേഹത്തെ കാര്യമായി അറിയില്ലായിരുന്നു, അന്നത്തെ MLA-മാർക്കോ മന്ത്രിമാർക്കോ പോയി. പക്ഷെ കൊച്ചേട്ടൻ്റെ മരണം അങ്ങനെ ആരും പ്രത്യേകിച്ച് വിളിച്ചറിയിക്കാതെ തന്നെ കേരള ഗവൺമെന്റ് നേരിട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നു, ഒരു ഗാർഡ് ഓഫ് ഓണർ അയക്കുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങി നിരവധി പ്രമുഖർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സൂചിപ്പിച്ച പോലെ എല്ലാ മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കുന്നു, ഉൾപേജിൽ നീണ്ട അനുസ്മരണങ്ങൾ കൊടുക്കുന്നു. കേരളത്തിലൊരു മന്ത്രി മരണപ്പെട്ടാൽ പോലും ലഭിക്കുന്നതിലേക്ക് വലിയൊരു ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഇത് ഒരു പക്ഷേ കേരളത്തിലെ ദളിത് സമുദായം ഒരു 80കളിലും 90കളിലൊക്കെ നിന്ന ഒരു സാധാരണ അവസ്ഥയിൽ നിന്നും ഒരു മുഖ്യധാരയിലെ അല്ലെങ്കിൽ മുഖ്യധാരയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു ജ്ഞാന വ്യവസ്ഥയായി ദളിത് വ്യവഹാര മണ്ഡലം മാറി എന്നതിന്റെ ഒന്നാന്തരം തെളിവാണ്. തീർച്ചയായിട്ടും മരണത്തിൽ സങ്കടമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മരണാനന്തരം പക്ഷെ ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന പരിപാടികളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതെല്ലാം തികഞ്ഞ അഭിമാനത്തോടെ തന്നെയാണ് കാണുന്നത്. കൊച്ചേട്ടൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 1-2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കെ കൊച്ച് ഒരേ സമയം രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോൾ തന്നെ അക്കാഡമിക് മേഖലയിലും അല്ലെങ്കിൽ എഴുത്തു മേഖലയിലും ഏറ്റവും അംഗീകരിക്കപ്പെട്ടൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു, പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളുള്ളത് രാഷ്ട്രീയത്തിലുള്ളത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരി ഒരേ സമയം രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു സാഹിത്യ വിമർശകനായിട്ടും കാലത്ത് അറിയപ്പെട്ട, അതിന് സമാനമായൊരു ജീവിതമാണ് കൊച്ചേട്ടനുള്ളത്. കൊച്ചേട്ടൻ എഴുത്തിൽ ചെയ്തത് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പോസ്റ്റ് കൊളോണിയൽ ഒരു തിയറി, നിങ്ങൾക്ക് അറിയാവുന്ന ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള എഴുത്തുകളെ, നിലവിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ അതിനെ ഒന്ന് അഴിച്ചെടുത്ത് അതിൻ്റെ കഷ്ണങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിനാണ് നമ്മൾ പൊതുവെ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുക. ഈ എഴുത്തിലൊരു ഡീകൺസ്ട്രക്ഷൻ കൊണ്ടുവരാൻ കെ കൊച്ചിന് കഴിഞ്ഞു. അതായത് അന്നേ വരെ ഉണ്ടായിരുന്ന എഴുത്തുകൾ പൊതുവെ അതിൻ്റെ ഭാഷയും അതിൻ്റെ നിലപാടുകളും അതിൻ്റെ പണിപ്പുരയും എല്ലാം തികച്ചും സവർണമാണ് എന്ന് കൊച്ചേട്ടൻ വെറുതെ പറയുകയല്ല, കൃത്യമായി സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭാഷയുടെ തന്നെ വരവ് നോക്കിയാൽ അറിയാം. ത്രൈവർണികരുടെ ഒരു ഭാഷ, നായന്മാരല്ലാത്ത ആളുകളാണ് ത്രൈവർണികർ എന്ന് പറയും. ത്രൈവർണികരുടെ ഒരു ഭാഷ, അത് വൈശ്യർ, ക്ഷത്രിയർ, ബ്രാഹ്മണ തുടങ്ങി 3 വർണ്ണങ്ങളുടെ ഭാഷ സംസ്കൃതം. കേരളത്തിലെ ശൂദ്ര വിഭാഗങ്ങളായ നായന്മാരുടെ ഭാഷ മലനാട്ട് തമിഴും പിന്നീട് മലയാളമായിട്ട് മാറുന്ന ഒരു മലയാളം. ഇത് തമ്മിലുള്ളൊരു വലിയ സംഘർഷമാണ് ആദ്യകാല മലയാള സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത്. അതിൽ നായർ കമ്മ്യൂണിറ്റി വൻതോതിൽ മേൽക്കൈ നേടുന്നുണ്ടായിരുന്നു. മലയാള ഭാഷ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുത്തച്ഛൻ തുടങ്ങിയുള്ള അവരോടുള്ള എഴുത്തുകളിലൊക്കെ തന്നെ കുമാരനാശാൻ വരെ ഈ പ്രത്യയശാസ്ത്രം വേറെ ആണെങ്കിൽ ദളിത് പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ പിന്നാക്ക അവർണ പ്രത്യയശാസ്ത്രം പറയുമ്പോൾ സവർണമായ ഭാഷയിലാണ് എഴുതുന്നത്. പിന്നീട് ഒരു ഭാഷയിൽ തന്നെ ഒരു നവീകരണം നടക്കണം. ഭാഷയും ജനതയും എന്ന് പറയുന്ന കൊച്ചേട്ടൻ്റെ ഒരു ലേഖനമുണ്ട്. ഭാഷ തന്നെ എങ്ങനെയാണ് മൊത്തത്തിൽ ഒരു ദുരന്തത്തെ പേറുന്നത്. ഇപ്പോൾ നമ്മൾ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീ
അവിടെ വരുന്നില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഭാഷ പേറുന്നൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ ലേഡി ഡോക്ടർ എന്ന് പറയേണ്ടി വരുന്നത് പെണ്ണുങ്ങൾ സാധാരണ ഡോക്ടറായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. മെയിൽ നേഴ്സ് എന്ന് പറയുന്നത് എന്ന പോലെ ഭാഷ തന്നെ മൊത്തത്തിലൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഭാഷ തന്നെ മൊത്തത്തിലൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തെയാണ് ഭാഷയും ജനതയും എന്ന് പറയുന്ന ലേഖനത്തിൽ കൊച്ചൻ അവതരിപ്പിക്കുന്നത്. ഇത് കൊച്ചന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു ഭാഗം നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം വായനയുടെ ഒരു മഹാലോകത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പലപ്പോഴും തമാശയ്ക്ക് പറയും, ഏതായാലും വീട്ടിൽ കയറി ഒരു പുസ്തകം വായിച്ചിട്ട് കൊച്ചൻ പോകുള്ളൂ, ഒന്നും കിട്ടിയ റേഷൻ കാർഡ് എടുത്ത് വരെ വായിച്ചു നോക്കുന്ന തമാശകൾ കളിയാക്കി പറയാനുണ്ട്. അത് അങ്ങനെ വായിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം. നമ്മൾ എനിക്ക് തോന്നുന്നു കൊച്ചേട്ടന്റെ ഈ അപനിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദുലേഖയെ കുറിച്ചുള്ള പഠനമാണ്. ഇന്ദുലേഖ നമ്മൾ മലയാളത്തിലുണ്ടായ ആദ്യത്തെ നോവലാണ്, സൗന്ദര്യമുള്ള നോവലാണ്. ഇതിനെ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഹിത്യകൃതികൾ പഠിക്കുമ്പോഴൊക്കെ തന്നെ അത് അക്കാഡമിയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു സാധനമാണ് ഇന്ദുലേഖ. പക്ഷെ ഇന്ദുലേഖയെ കൊച്ചേട്ടൻ വായിക്കുമ്പോഴാണ് അത് വേറൊന്നാ നമുക്ക് മനസ്സിലാവും. കൊച്ചേട്ടൻ പറയുന്നത് ഇതിനകത്ത് നായന്മാരല്ലാതെ ഒരു കഥാപാത്രം വഴിപോക്കരായിട്ട് പോലും ഇന്ദുലേഖയിലേക്ക് കടന്നു വരുന്നില്ല. സൂര്യനമ്പൂരിപ്പാട് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ വിളിപ്പനായി ചിത്രീകരിക്കുന്നത് നായർ പുരുഷന്റെ ഈ സംബന്ധത്തിന് നായർ തറവാട്ടിലേക്ക് കടന്നു വരുന്ന നമ്പൂതിരി പുരുഷനോടുള്ള നായർ പുരുഷന്റെ വിരോധമാണ് ഈ സൂര്യ നമ്പൂരിപ്പാടിനെ ഇങ്ങനെ ഒരു വിളിപ്പൻ അല്ലെങ്കിൽ ഒരു പൊട്ടനായ കഥാപാത്രമായിട്ട് കൊണ്ടുവരുന്നെന്ന് കൊച്ചണ്ണ എഴുതുന്നുണ്ട്. ഈ ഇന്ദുലേഖയിലെ ഒരു 18-ാം അധ്യായം എന്നൊരു ഭാഗമുണ്ട്. ഇത് സത്യത്തിൽ അക്കാഡമിക്കിൽ പഠിപ്പിക്കാതെ വിടുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് എന്താണ് കിടക്കുന്നത് കൊച്ചോട്ട് കൃത്യമായി എഴുതുന്നുണ്ട്. അതായത് ഈ ജാതി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ നടക്കുന്നുണ്ടല്ലോ, ജാതി പോയാൽ എന്ത് ചെയ്യും എന്ന് ഒരു 4-5 നായന്മാർ കൂടിയിരുന്ന് സംസാരിക്കുന്നതാണ് ഈ. അതായത് അംബേദ്കറേയും ശ്രീനാരായണ ഗുരുവിന് എതിരെയുള്ള നായർ പുരുഷന്റെ സംഭാഷണമാണ് ഈ 18-ാം അധ്യായം എന്ന് പറയുന്നത്. അതിനകത്ത് കൃത്യമായി കൊച്ചിട്ട് പറയുമ്പോൾ മാത്രമാണ് കേരളം അത് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഈ സംവാദങ്ങളെ കുറിച്ച്. മറ്റൊന്ന് അതിലിപ്പോ അന്ന് ഈ ഇന്ദുലേഖ നടക്കുന്നത് കണ്ണൂരിൽ നിന്ന് അവിടെ തീയറുടെ ഒരു പ്രബല മേഖലയാണ്. പക്ഷെ അവിടെ ആ പുസ്തകം പബ്ലിഷ് പോലും ചെയ്യുന്ന പോലും തീയർ കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ടും അതിനകത്ത് ഒരു തീയർ കടന്നു വരുന്നത്. പക്ഷെ മുസ്ലിം കടന്നു വരുന്നുണ്ട്. മുസ്ലിം കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് കൊച്ചൻ വളരെ വളരെ രസകരമായി പറയുന്നുണ്ട്. അതായത് ആദ്യം ഒരു മുസ്ലിം കടന്നു വരുന്നത് അയാള് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തുന്നാണ്. ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. അപ്പൊ ചെരുപ്പ് വാങ്ങിക്കൊടുത്ത് നല്ലതല്ല, അല്ല തറവാട്ടിലെ ആചാരങ്ങളെ ലംഘിക്കാണ് ഈ ചെരുപ്പ് വാങ്ങിക്കൊടുത്തെന്ന് പറയുന്നത്. ഈ ഒരു ആദ്യം കടന്നു വരുന്ന മുസ്ലിം. രണ്ടാമത് വരുന്ന മുസ്ലിം ഇന്ദുലേഖ ഞെട്ടി എഴുന്നേറ്റ് കരയാണ്. തന്റെ കാമുകനായ അല്ലെ തന്റെ ഭർത്താവിനെ ഒരു മുസൽമാൻ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ദുലേഖ ഞെട്ടി എഴുന്നേറ്റ് കരയുന്ന. അപ്പൊ ആ സമയത്ത് ഷേർ അലി ഖാൻ എന്ന് പറയുന്ന ഒരാള് ട്രെയിനിൽ വെച്ച് മാധവനെ ആക്രമിച്ച് മുതലുകളെല്ലാം കടന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഭീകര ഒരു സ്വത്വമായിട്ട് അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സവർണരെ ആക്രമിക്കുന്ന ഒരു സംഭവമായിട്ട് ഇന്ദുലേഖ എന്ന നോവലിൽ തന്നെ ഈ മുസൽമാനെ കൊണ്ടുവന്ന് കളഞ്ഞു. ഇത് ഈ പൊതുബോധമാണ് പിന്നീടുണ്ടായ സിനിമകളും പിന്നീടുണ്ടായ നോവലുകളിലെല്ലാം പ്രവർത്തിക്കുന്നത്. എം.ടി. വാസുദേവന്റെ എല്ലാ കൃതികളിലും ഇതേ അപകടകാരിയായ മുസ്ലിം ഇങ്ങനെ കടന്നു വരും. ഇതെല്ലാം ഇതിന്റെ തുടക്കം ഈ നോവലിലാണ് ഉള്ളതെന്ന് ഒക്കെ വെച്ച് അതിനെ അപനിർമ്മിച്ചുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറ്റൊരു എഴുത്താണ് ഈ സരസ്വതി വിജയത്തെ കുറിച്ചുള്ള എഴുത്ത്. സരസ്വതി വിജയം എന്ന് പറയുന്ന ഒരു നോവൽ പോലും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സവർണ നിരൂപകർ തള്ളിക്കളഞ്ഞാണ്. സരസ്വതി വിജയം എന്ന വാക്ക് തന്നെ ദളിതർ വിദ്യാഭ്യാസത്തിലൂടെ സരസ്വതി വിദ്യ എന്നർത്ഥമില്ല, വിജയിക്കണം എന്ന ഒരു കാര്യമാണ്. ബോത്തേരി കുഞ്ചമ്പു എന്ന് പറയുന്ന തീയനായ ഒരാൾ, അന്നത്തെ തന്നെ ഒരു ദളിത് പ്രവർത്തനം, ദളിതർക്ക് വേണ്ടി പള്ളിക്കൂടങ്ങൾ ആരംഭിച്ച ഒരു എഴുത്തുകാരാണ് ബോത്തേരി കുഞ്ചമ്പു കണ്ണൂരിൽ. അദ്ദേഹം ഒരു ദളിതനെ മുഖ്യ കഥാപാത്രമായിക്കൊണ്ട് അദ്ദേഹം ജഡ്ജിയായി മാറുന്ന വിജയിച്ച ഒരു ദളിതനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നോവല് ബോത്തേരി കുഞ്ചമ്പു സരസ്വതി വിജയം എന്ന നോവൽ എഴുതുന്നത്. ഈ നോവൽ ഒന്നിനും കൊള്ളില്ലാത്ത നോവലാണെന്ന് പറഞ്ഞുകൊണ്ട് പരിഗണിക്കാതെ തള്ളിയതിന്റെ പിന്നിൽ അതിൽ ദളിത് രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ്. അതിൽ ഈ ദളിതർക്ക് സവർണരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുന്നത് കണ്ണൂരിലെയും കോഴിക്കോടെയും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നു. സത്യത്തിൽ ആ നോവലിൽ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന രാഷ്ട്രീയം ഉണ്ടെന്ന് കൊച്ചേടൻ വളരെ കൃത്യമായിട്ട്, വളരെ നീണ്ട ലേഖനമാണ്, എത്രത്തോളം ആളുകൾ അതിലൂടെ വായനയുടെ കടന്നുപോയി എന്നുള്ളത്
വളരെ അത്ഭുതകരമാണ്. അധികം പേര് അങ്ങനെ വായിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വായിച്ചതിന് എത്രത്തോളം അത് മനസ്സിലാക്കിയെടുത്തുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ആ രണ്ട് കൃതികൾ. മറ്റൊന്ന്, അദ്ദേഹം നമ്മളെപ്പോഴും ഈ ദളിതരെ എപ്പോഴും കണ്ടെടുത്ത് സമൂഹത്തോട് പറഞ്ഞത് തകഴിയാണ്. തകഴിയുടെ തോട്ടിയുടെ മകനും തകഴിയുടെ രണ്ടടിങ്ങയിലൊക്കെ തന്നെയാണ് ദളിതരുള്ളത്. ഈ ദളിതരെല്ലാം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചാൽ അതായത് യൂണിയന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന രീതിയിലാണ് ഈ നോവലിലെല്ലാം ദളിതരെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദളിതരെല്ലാം, കുട്ടനാട്ടിലെ ദളിതരെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയന്റെ ഒക്കെ ഭാഗമാണ്. അപ്പോൾ തകഴിക്ക് എങ്ങനെയാണ് ഒരു യഥാർത്ഥ ദളിതനെ അവതരിപ്പിക്കാൻ പറ്റുക? യൂണിയനിലൂടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ സമുദായത്തെ ഒരു അപരിഷ്കൃതനായിട്ടോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവനായിട്ടോ അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ആണ് തകഴി വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ഒരു കഥ എഴുതുന്നതും. വെള്ളപ്പൊക്കത്തിലെ പട്ടി സത്യത്തിൽ ഒരു നായല്ല, മറിച്ച് തകഴി യൂണിയനിലൂടെ രക്ഷപ്പെട്ട കുടിയാനെ ജന്മിയോടൊപ്പം നിർത്തുകയും ശരിക്കും ദളിതരുടെ ജീവിതം മൃഗത്തിൽ അവരോധിക്കുകയും ചെയ്തു എന്ന് അത് വെറുതെ അങ്ങ് പറയുമല്ലോ. അതിന്റെ ഓരോ വാക്കുകൾ എടുത്തുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് കൊച്ചേട്ടൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അക്കാഡമിക് മേഖലയിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഒക്കെ തന്നെ പഠന വിഷയമായിട്ട് ദളിത് ചിന്തകൾ വരുന്നുണ്ട്. ഇത് വരാനുള്ള കാരണം ഇത്രയും ഗഹനമായി ഇത് അപനിർമ്മിച്ച് കൊടുത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് ശേഷമാണ് കേരളത്തിൽ ദളിത് എഴുത്തുകൾക്ക് ഒരു വില കിട്ടുന്നു. ദളിത് എഴുത്തുകൾക്ക് ഒരു വില കിട്ടുന്നു. അല്ലെങ്കിൽ പിന്നീടുണ്ടായ കെ ഭാവനനെ പോലുള്ള എഴുത്തുകാർ, അതുപോലെ തന്നെ OK സന്തോഷ്, അതുപോലെ തന്നെ MP മനോജ്, രഘുകുമാർ, S ജോസഫ് തുടങ്ങി ഒരുപാട് ആളുകൾ പിന്നെ എഴുത്തില് ഒരു വലിയ സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. അവിടെയെല്ലാം ഈ KK കൊച്ചെന്ന് പറയുന്ന മനുഷ്യൻ നിർമ്മിച്ച ഒരു ജ്ഞാനം, ഒരു പൊളിച്ചെഴുത്ത്, വിജ്ഞാനത്തിലുണ്ടായ വലിയൊരു പൊളിച്ചെഴുത്ത് നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ വരുന്നത്, എങ്ങനെയാണ് ദളിതരെ മൃഗവൽക്കരിച്ചത്, ഇതെല്ലാം വളരെ കൃത്യമായി അന്ന് വരെ ഉണ്ടായ വലിയ കൃതികളുടെ മുകളിൽ സക്കറിയയും MT വാസുദേവൻ അടക്കമുള്ള അന്ന് വരെ ഉണ്ടായ വലിയ ബിംബങ്ങളെ തന്നെ പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു ജ്ഞാന അവബോധമായി ദളിത് എന്ന് പറഞ്ഞ സംവരണത്തിന്റെ രാഷ്ട്രീയം പറയൽ മാത്രമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചൊരു കാലം. അല്ലെ അംബേദ്കറുടെ പുസ്തകം ദളിതിന് മാത്രം കൊണ്ടു നടക്കുന്ന 90കൾ, അല്ലെ അയ്യങ്കാളി എന്നൊക്കെ പറയുന്നത് പോലും മോശമായിരുന്ന ഒരു കാലം മാറിയിട്ട് ഇന്നിപ്പോ എല്ലാവരും അയ്യങ്കാളി എന്നും വില്ലുവണ്ടി എന്നൊക്കെ പറയുന്ന കാലത്തിലേക്ക് അവർ പൊയ്കയിലപ്പച്ചൻ PRDSന്റെ ഒരു ആശയലോകത്തിനകത്ത് ജീവിച്ച പൊയ്കയിലപ്പച്ചനെ ഒരു നവോത്ഥാന നായകൻ എന്ന നിലയ്ക്ക് എന്നുവെച്ച് പൊയ്കയിലപ്പച്ചനെ KK കൊച്ചു കൊണ്ടുപോകുന്ന അർത്ഥമല്ല പറഞ്ഞു. ഒരു പൊതുസമൂഹത്തിലെ അതിന്റെ വിജ്ഞാനമായി കണ്ടെടുത്തതിൽ കൊച്ചേട്ടന്റെ എഴുത്തുകൾക്ക് വലിയ പങ്കുണ്ട്. ഞാൻ പറഞ്ഞു മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഏതായാലും ഇന്ന് കാണുന്ന ഒരു അന്തസ്, ദളിത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംജ്ഞയ്ക്ക് ഇന്ന് ഒരു അന്തസ് ഉണ്ടാക്കിയതിൽ കൊച്ചേട്ടന്റെ എഴുത്തുകൾക്ക് ഉള്ള പ്രാധാന്യം ചെറുതല്ല. തീർച്ചയായിട്ടും ആ എഴുത്തുകൾ ഇനിയാണ് വായിക്കപ്പെടുക. എന്തൊക്കെ പറയുമ്പോഴും ഈ മുസ്ലിം സഹോദരിയെ സംബന്ധിച്ച ചർച്ചകൾ കേരളത്തിലെ ദളിതരിലേക്ക് എത്തിച്ചതിൽ KK കൊച്ചിന്റെയും KK ബാബുരാജിന്റെയും ഇടപെടൽ ഏറ്റവും പ്രധാനമാണ്. ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ പരസ്പര സഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നത് കൊച്ചേട്ടന്റെ ഇടപെടൽ കൊണ്ടാണ്. വലിയൊരു അന്തസ്സോടെയാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. എങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ വളരെ ഗൗരവമായി ഇനിയും വായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിർത്തുന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.